96 കോള് വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് എന്തോ വിളിച്ചപ്പോ കോള് എത്തിയില്ല എന്റെ അടുത്ത്. എത്തിയില്ല അല്ലെ? അവര് വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്റെ അടുത്ത് ആ അന്വേഷണം എത്തിയില്ല. അതിനു മുമ്പ് വേറെ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി കാണല്ലേ. പക്ഷെ നൗ യു ആർ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് അപ്പം അന്നേരം പറഞ്ഞിരുന്നു ആ കാര്യം ഡിസ്കസ് ചെയ്തു. ഇതിനു മുമ്പേ ഞങ്ങളൊരു അവാർഡ് ഫംഗ്ഷന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോ, അപ്പൊ ശരിക്കും വിജയ് സേതു സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു എന്നുള്ളത്. അപ്പോ ആ സമയത്ത് അവർക്ക് തന്നെ ഡേറ്റ് കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ട് അവർക്ക് തന്നെ ഒരു പിടിയില്ല. പിന്നെ വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് പകുതി വഴിക്കാൻ ശ്രമം ഉപേക്ഷിച്ചിട്ട് പിന്നീട് തൃഷ ആണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് വിടുതലയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം ഞാൻ പ്രേമിന് മെസ്സേജ് അയച്ചു, നിങ്ങളോ എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല, ഞാൻ അവസാനം വിജയ് സേതുപതിയോട് അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെ 96 എനിക്ക് പോലും തൃഷയല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ രജനീകാന്ത് സാറിന്റെ കൂടെയും എന്തോ ഒരു ടൈമിൽ എപ്പോഴും ഞാൻ റിമെമ്പർ ലൈക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പൊ മഞ്ജു തന്നെ പറഞ്ഞു, അങ്ങനെ ഇല്ല, അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ then it happened again. എനിക്ക് വേറെ ഏതൊരു സിനിമയ്ക്ക് എന്റെ പേര് ചർച്ചയിൽ വന്നിരുന്നു, അഭിനയിക്കാൻ പോകുന്നുണ്ടോ, ഇതിലില്ല, എന്റെ അറിവിൽ ഇതുവരെ ഇല്ല, എനിക്ക് സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ കുറെ റൂമേഴ്സ് വരട്ടെ, അപ്പൊ ഇറ്റ് വിൽ ബിക്കം കം ട്രൂ എന്നല്ലേ. വൺ ഓഫ് ദ ബെസ്റ്റ് എഡിറ്റർ എന്നുള്ളൊരു കാറ്റഗറി അല്ലെങ്കിൽ നോക്കുമ്പോൾ ഒരുപാട് മൂവീസ് അല്ലേ, ലൈക്ക് ഇപ്പൊ അഞ്ചാംപാതിര ആണെങ്കിലും there are മൂവീസ്. അപ്പം അത് കഴിഞ്ഞ് ഒരു ഡിറക്ഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആൾക്കാർക്കും ഒരു 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 ക്യൂരിയോസിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ സെൽഫ് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാം. സോ അതിനെ എങ്ങനെ ടേക്കപ്പ് ചെയ്യുന്നു? ഇല്ല, അങ്ങനെ വലിയ ഇതില്ല. ഞാൻ എന്തായാലും എപ്പോഴെങ്കിലും മനസ്സിൽ കുറച്ച് 1-2 സിനിമകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പണ്ടുമല്ലൊക്കെ. ഇത് തന്നെ ഇപ്പം കുറെ വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയ ഐഡിയ ആണ്. ഇതൊരു മൊബൈലിൽ ഷൂട്ട് ചെയ്യാം ചെറിയ പൈസക്ക്, അങ്ങനെ ആലോചിച്ചു തുടങ്ങിയതാ. ഇതിങ്ങനെ മുന്നോട്ട് വരുന്നവരും ഓരോ ആൾക്കാർ ആഡ് ഓൺ ആവുന്നു, കാസ്റ്റിംഗ് വലുതാവുന്നു, ക്യാമറ അങ്ങനെ വലുതായി ഇങ്ങനെ ആയതാണ്. ഇപ്പൊ ഈ എഡിറ്റർ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി ഒരു യങ് ഏജിൽ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് വിശാഖ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അപ്പൊ മൈൻഡിൽ ഓഫ് കോഴ്സ് കാണുമായിരിക്കാം ഒരു പക്ഷേ ദാറ്റ് ഐ വിൽ ഡു എ മൂവി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ, ചെയ്യുമോന്നുള്ള ക്വസ്റ്റൻ, ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു ജോണർ എന്തായിരിക്കാം? വിശാഖിന്റെ ജോണർ ചെയ്യുവാണെങ്കിൽ എന്താ പറയാൻ വന്നു? ചെയ്യുവാണെങ്കിൽ അതൊരു ആക്ഷൻ കോമഡി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. ആക്ഷൻ കോമഡി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. സോ മാസ്റ്റർ ഓഫ് ഓൾ എല്ലാം ഉണ്ടല്ലേ. ഗായത്രിയുടെ മൈൻഡിലുണ്ടോ ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ചെയ്തൊരു വർക്ക്, വാവ്, ഈവൻ എനിക്ക് ആ ഒരു പരിപാടി കിട്ടുമായിരുന്നെങ്കിൽ? അത് എല്ലാവരുടെ മനസ്സിൽ കാണും, പക്ഷെ റാൻഡമായിട്ട് ചോദിക്കുക, ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? എനിക്ക് ആക്ച്വലി ഞാൻ നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം എന്ത് കണ്ടാലും എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബട്ട് അങ്ങനെ ഐ ഡോണ്ട് നോ, ഐ തിങ്ക് എവറിത്തിങ് വിൽ ബി ഞാൻ ചെയ്താൽ അത് എങ്ങനെയായിരിക്കും എന്ന് അറിയാനാണ് കൂടുതലും ത്രില്ലിംഗ് ആയിരിക്കാം. ഒരാൾ ഓൾറെഡി അത് പെർഫെക്റ്റ് അടിപൊളി ചെയ്ത് വെച്ചു, ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അങ്ങനെ നോക്കുകയാണെങ്കിൽ എവറിത്തിങ് ഐ വിൽ ഹാവ് ടു എക്സ്പ്ലോർ ആസ് എൻ ആക്ടർ. ഐ വുഡ് ലവ് ടു. അതെ, ഈ ലാസ്റ്റ് എനിക്ക് ചേച്ചിയുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് ചേച്ചിയുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഞാൻ അതിനെ പറ്റി ഇപ്പൊ പറയാൻ വരുമായിരുന്നു, പറഞ്ഞു. അതൊരു ഒന്നൊന്നര എങ്ങനെ ചേച്ചി, ദാറ്റ്സ് ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. എന്റെ അമ്മ ഏറ്റവും ഞാനല്ലേ എന്റെ ഏറ്റവും കൂടുതൽ എടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് മഞ്ജു ചേച്ചിയുടെ സിനിമകൾ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അടിപൊളിയാണ് ഒക്കെ. മണിച്ചിത്രത്താഴ്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതെ, അടിപൊളി. അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് മൈൻഡിൽ വന്നതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മൂവിയെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വ്യക്തിയാണ് മണിയമ്പിള്ള രാജ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സിനിമയിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു 1, 2, 3 ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മഞ്ജു ആണ് എന്നാണ് മണിയമ്പിള്ള രാജ് ചേട്ടൻ പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, അത് പറഞ്ഞു കഴിഞ്ഞൊരു കോട്ടം പറഞ്ഞു. ഷീ ഈസ് ലൈക്ക് എ വണ്ടർഫുൾ പേഴ്സൺ, വണ്ടർഫുൾ ആക്ട്രസ്. അത് മാത്രമല്ല, എനിക്കൊന്നും കണ്ണെഴുതി പൊട്ടുന്നിട്ട് എന്തോ ആ ടൈമിൽ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, ഐ മീൻ അത് എന്തോ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ യെസ് ഐ വിൽ ഡു ഇറ്റ്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടേ
എൻ്റെ ബാക്കി പേഴ്സണൽ കാര്യത്തിന് പോകുള്ളൂ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആൻഡ് ഹി സെഡ് ദാറ്റ് ലിറ്ററലി പുള്ളി അധികം കോൺടാക്ട് വെക്കുന്ന ആളല്ലെങ്കിലും മഞ്ചേച്ചിയായിട്ട് വളരെ നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ ആർ സേയിങ് പോസിറ്റീവ് തിങ്സ് പറയുമ്പോൾ ഒരു കിക്കില്ലേ. ശംഭു നല്ല റീസെർച്ച് ചെയ്തിട്ടുണ്ടല്ലേ? ശരിയല്ലേ? ഈ പോസിറ്റീവ് കാര്യങ്ങൾ ഒരു സുഖമല്ലേ എന്താ അല്ല, ഞാൻ രാജേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രാജേട്ടൻ. അപ്പൊ അങ്ങോട്ടുള്ള ഇഷ്ടം തിരിച്ചിങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ ലൈഫിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഷീസ് ഡൂയിങ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീസ് എ റൈഡർ ഗേൾ എന്ന് തീർച്ചയായിട്ടും പറയാം. ഒരു ബൈക്ക് ഗേൾ, ഒരു GS1250 മോർണിംഗ് ഇറ്റ് ഗോയിങ്. ഐ മീൻ ആ ഒരു അഡ്വഞ്ചർ ബൈക്ക് ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു മാനേജ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ടുക്ക് ദ ലൈസൻസ്, ഗെറ്റ് ദ ബൈക്ക്, go. It's like, yeah, swag. And അത് കുറെ എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ ഇപ്പൊ അടുത്ത് അങ്ങനെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ലഡാക്കിൽ ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് അതിൽ കുറച്ചും കൂടി. ആ ലഡാക്കിൽ ഞാൻ റൈഡ് ചെയ്തില്ല, പില്യനായിരുന്നു. എനിക്ക് ആ ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഫയർ എനിക്ക് ഉണ്ടായത് ആ റൈഡിങ് എക്സ്പീരിയൻസിന് ശേഷമായിരുന്നു. പിന്നീടാണ് ഞാൻ പ്രോപ്പറായിട്ട് ബേസിക് കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ച് ലൈസൻസ് എടുത്തത്. ഇപ്പോഴും ഐ എം എ വെരി അമച്വർ റൈഡിംഗ് ഒക്കെയാണ്. അങ്ങനെ ഇതൊന്നും ആയിട്ടില്ല, എക്സ്പേർട്ട് ഒന്നും ആയിട്ടില്ല. സ്റ്റിൽ ലോങ് വേ ടു ഗോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഈവൻ എനിക്കൊന്ന് സൗബിന്റെ ഒക്കെ കൂടെ റൈഡ് ഒക്കെ പോകാറില്ല. ദാറ്റ് ഈസ് ആക്ച്വലി ഈവൻ നൈറ്റ് റൈഡ്സും കാര്യങ്ങളും ഒക്കെ അജിത് സാറിന്റെ കൂടെ അതും ഒരു ഇത്. ഇപ്പം ശാലിനി ചേച്ചിയൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല റാപ്പ് ഉണ്ടോ? ഇൻവൈറ്റ് ചെയ്യാറുണ്ടോ? കം ജോയിൻ. ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ട്, സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ഒക്കെ ആയിട്ട് ഡിന്നറും അങ്ങനെയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലിപ്പോൾ ലൊക്കേഷന്റെ കുറെ സജഷൻസ് ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് തന്നെ വരുമല്ലോ. അപ്പൊ അതില് ഏറ്റവുമായിട്ട് ഒരു ടഫസ്റ്റ് ലൈക്ക് അയ്യോ ഇത് കുറച്ച് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഒരു മൂവിയിൽ. അപ്പൊ ഇതിൽ പറയുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെക്രട്സ് ഒന്നും റിവീൽ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ലൊക്കേഷൻ കിട്ടിയൊരു കഥ പറയാനാണെങ്കിൽ അദ്ദേഹം ലൊക്കേഷൻ അത് എല്ലാ കാലം ഒരു ഫ്രെയിമാണ്, ഒരു സീന്. അപ്പൊ അതിന് നല്ല ലൊക്കേഷൻ തന്നെ വേണം. ശരി. അപ്പൊ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ആ പ്രധാനപ്പെട്ട ലൊക്കേഷൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലത്ത് നമ്മൾ കണ്ട് ഓക്കെ പറഞ്ഞ് പിന്നെ പോയിട്ട് ഓക്കെ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. ഈ ആ സ്ഥലമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ. അതാണ് കണ്ടുപിടിക്കാൻ. ഒരു സാധനം അവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. ആ ലൊക്കേഷൻ ഈ ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് നമുക്കത് കണ്ടെത്താൻ പറ്റിയത്. അല്ല, ലാസ്റ്റ് മൂമെന്റിൽ അങ്ങനെ സ്ഥലം കിട്ടിയാലും അപ്പുണ്ണേട്ടൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ പിന്നെ സമയം കിട്ടില്ല നമുക്ക്. കാരണം നമ്മൾ ലൊക്കേഷൻ പോയി തിരയുന്നത് ആ നിലയ്ക്കുള്ള സമയത്താണ്. അതിന്റെ ഇടയിൽ മൂപ്പര് അതിൽ കൂടെ ഒക്കെ മല കൂടെ ഒക്കെ നടന്ന് കാലൊക്കെ ഒളുങ്ങി ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കാലൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുന്നു. അമ്മേ നാളെ ഷൂട്ടുള്ള അങ്ങനത്തെ ലൊക്കേഷനാണ്. നമ്മൾ ഇറങ്ങി ചെല്ലാനും കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇതിലെ എനിക്ക് തോന്നുന്നു ഈവൻ കളറിങ് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് പരിപാടി ആയിരിക്കുമല്ലോ. കാരണം ഇങ്ങനെ ഒരു മൂവി വരുമ്പോൾ ദാറ്റ്സ് ഓൾസോ യൂണീക്ക്. ഇങ്ങനെ ഒരു മൂവിയാണ് എല്ലാത്തിലും അതെ, പക്ഷെ ഇങ്ങനെ ഒരു മൂവിയാണ്. അപ്പം എനിക്കൊന്ന് കളറിങ് ചെയ്തത് രമേഷ് CP ആണ്. നമുക്ക് വേണമെന്ന് ഇൻവൈറ്റ് ചെയ്യാം. ലേറ്റ് ആയി എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ഹലോ ഹായ്. അപ്പൊ ഞങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിലെ ഒരു കളറിങ്ങിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ഈവൻ അത് എങ്ങനെയായിരുന്നു ഇതിലെ? ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. രമേശനാണ് ഞാനിപ്പം കുറെ സിനിമകളിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ എന്റെ പോസ്റ്റിൽ കൂടുതൽ വർക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കളറിങ്ങിന് ഇരിക്കാറുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള പല സിനിമകളിലും പുള്ളിയാണ് എന്നെ കളർ ചെയ്തിട്ടുള്ളത്. കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, എന്താണ് എത്ര സിനിമകളല്ലേ, ഒരുപാട് സിനിമകള്. പുള്ളിനിപ്പം അത്രയും കാലത്തെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഈ സിനിമയിലെ സ്ക്രിപ്റ്റും ബാക്കി എല്ലാത്തിൻ്റെയും കാര്യം പറയുന്ന പോലെ തന്നെ ബേസിക്കലി കളറിങ്ങിനും എന്ത് ടോൺ വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പം DOP ആണെങ്കിലും സൈജുനാണെങ്കിലും വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. അത് വളരെയധികം എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ അനുസരിച്ചുള്ള ഇപ്പോൾ ആർട്ട് ഡയറക്ഷൻ, ആർട്ടിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണെങ്കിലും അതനുസരിച്ച് എല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു. എല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു. നമുക്കാണെങ്കിലും കറക്റ്റ് ആ ഒരു പാലറ്റിൽ വരുന്ന സംഭവങ്ങളായിരുന്നു ആ ഫ്രെയിമിൽ മൊത്തം ഉണ്ടായിരുന്നത്. അതിന് മീൻസ് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന സമയം ഈ പറഞ്ഞ പോലെ സിംഗിൾ ഷോട്ട്സ് ആണ്. ഈ സിംഗിൾ ഷോട്ട് ആകുമ്പോഴത്തേക്കും ഗ്രേഡ് ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ എക്സ്പോഷർ ആയിരിക്കുകയല്ല, കുറച്ച് റൺ ചെയ്ത് മുന്നോട്ട് പോകും. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം കട്ട് ചെയ്ത് ആനിമേറ്റ് ചെയ്തെല്ലാം ഇത് ചെയ്ത് വെക്കുന്നില്ല. അത് മാത്രമാണ് നമുക്ക് ഒരു ഇതിനായത്. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും നമുക്കധികം കൺഫ്യൂഷൻസ് ഇല്ല. എല്ലാത്തിലും സിനിമാറ്റോഗ്രാഫർക്ക് ആണെങ്കിലും സൈജുവിനാണെങ്കിലും ഒരു കറക്റ്റ് ഇന്ന പാറ്റേൺ ആണ് ഇതിന് വേണ്ടത്.
അങ്ങനെ ഒരു ധാരണയുണ്ട്. നമ്മൾ അതിലൂടെ അച്ചീവ് എടുക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ആ ഒരു പാറ്റേൺ ആണ് നമ്മുടെ മൂവിയും നമ്മൾ വന്നേക്കുന്നത്.